എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിന്റെ 4ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ന്യൂ മെഷേഴ്സ് ഓഫ് ആംഗിൾസ്. നമ്മൾ കഴിഞ്ഞ ദിവസം 45-90 ആംഗിൾസ് ഉള്ള റൈറ്റ് ട്രയാങ്കിൾ പ്രത്യേകതയും 30-60-90 ആംഗിൾസ് ഉള്ള റൈറ്റ് ട്രയാങ്കിൾ പ്രത്യേകതയും ഒക്കെ ഉപയോഗിച്ച് ട്രയാങ്കിളിന്റെ ഏരിയയും പാരലോഗ്രാമിന്റെ ഏരിയയും ഒക്കെ കണ്ടുപിടിക്കുകയുണ്ടായി. ഇനി മറ്റ് ചില മെഷേഴ്സിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ റൈറ്റ് ട്രയാങ്കിളിന്റെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നമ്മൾ ഹൈപ്പോട്യൂസ് എന്ന് വിളിക്കും. ഹൈപ്പോട്യൂസ് ഫിക്സഡ് ആണ്. മറ്റ് രണ്ട് ആംഗിൾസ് 90 കുറവായ ആംഗിൾ, അതിനാണ് അക്യൂട്ട് ആംഗിൾസ് എന്ന് പറയും, ന്യൂൻ അക്യൂട്ടുകൾ. ഈ ഓരോ അക്യൂട്ട് ആംഗിളിനെയും ബേസ് ചെയ്ത് ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണിത്. അതുകൊണ്ട് ഇതിനെ ബി സി എ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിക്കും. ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ബി സി. അതുപോലെ ആംഗിൾ എയുടെ അടുത്ത് കിടക്കുന്ന അഡ്ജസന്റ് സൈഡാണ് എ ബി. ആംഗിൾ എയുടെ അഡ്ജസന്റ് സൈഡ് എ ബി, ഓപ്പോസിറ്റ് സൈഡ് ബി സി. ഇതുപോലെ ആംഗിൾ സി എ ബേസ് ചെയ്തും പറയാം. ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എ ബി, ആംഗിൾ സിയുടെ അഡ്ജസന്റ് സൈഡാണ് ബി സി. അതായത് നേരെ എതിരെ കിടക്കുന്ന ഓപ്പോസിറ്റ് സൈഡ്, അതിന്റെ അടുത്ത് ആ വെർട്ടെക്സിൽ തന്നെ ആരംഭിക്കുന്ന അഡ്ജസന്റ് സൈഡ്. ഹൈപ്പോട്യൂസ് ഓൾറെഡി ഫിക്സഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഓരോ അക്യൂട്ട് ആംഗിളിനെയും ബേസ് ചെയ്ത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസ്റ്റന്റ് സൈഡിനെയും നമുക്ക് മറ്റു രണ്ട് സൈഡ്സിനെ അങ്ങനെ തരംതിരിക്കാം. അപ്പോൾ ആംഗിൾ മാറുന്നതനുസരിച്ച് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റന്റ് സൈഡും മാറും. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത്, ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ റൈറ്റ് ട്രയാങ്കിളിന്റെ, ഇപ്പോൾ ഞാനിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. 40 ഡിഗ്രി ആംഗിൾ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതിന്റെ സൈഡ്സ് ഒന്ന് ജെ എനും ഒന്ന് എൻ കെയും ഒന്ന് ജെ കെയും ആണ് സൈഡ്സ്. അപ്പൊ നോക്കിയേ, ഈ സൈഡ് അതായത് ഹൈപ്പോട്യൂസ് 1 യൂണിറ്റ് ആണ്. കമ്പ്യൂട്ടറിൽ മെഷർ ചെയ്തിരിക്കുന്നതാണ്, 1 യൂണിറ്റ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് 4 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്, 0.6428. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് എൻ കെ ബൈ ജെ കെ, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്. അവിടെ 0.6428 കിട്ടും. ജെ കെയുടെ നീളമായ ഹൈപ്പോട്യൂസ് 1 യൂണിറ്റ് ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 0.6428 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്യൂസ് എന്ന് പറയുന്നത് 0.6428. ഇനി 2 യൂണിറ്റ് ആകുമ്പോൾ, അതായത് ഈ ട്രയാങ്കിൾ കുറച്ചുകൂടെ വലുതാക്കി, അതായത് ജെ കെ 2 യൂണിറ്റ് ആകുമ്പോൾ ഈ ആംഗിൾ 40യുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് 1.2856 കിട്ടും. അപ്പോ ആ റേഷ്യോ, അവിടെയും റേഷ്യോ, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ് ഉള്ള 0.6428 തന്നെ വന്നു. വീണ്ടും 3 യൂണിറ്റ് ആക്കാൻ നമുക്ക്. ഹൈപ്പോട്യൂസ് 3 യൂണിറ്റ് ആയി. അതായത് ട്രയാങ്കിൾ കുറച്ചുകൂടെ വലുതാക്കി, ആംഗിൾ മാറുന്നില്ല. 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 1.9284 എന്ന് വന്നു. ഹൈപ്പോട്യൂസ് 3 ആണ്. അപ്പൊ ആ റേഷ്യോ എന്ത് വരും നോക്കിയേ, 1.9284 ഡിവൈഡഡ് ബൈ 3, അതായത് 0.6428. അതായത് ഹൈപ്പോട്യൂസും സൈഡ്സിന്റെ ലെങ്ത് മാറിയാലും ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ്. 4 യൂണിറ്റ് ആകുമ്പോഴും 5 യൂണിറ്റ്, ഇങ്ങനെ എത്ര മാറിയാലും ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നതായിട്ട് കാണാം. അതായത് അതിവിടെ 0.6428 ആണ്. അപ്പൊ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 0.6428 ആണ്. ഈ റേഷ്യോയ്ക്ക് നമ്മൾ പറയുന്നത് ആ ആംഗിളിന്റെ സൈൻ വാല്യൂ, അതായത് ഏത് റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ റേഷ്യോയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് സൈൻ. ആ റേഷ്യോ സൈൻ എന്ന പേരിൽ, അതിന് നമ്മൾ ഷോർട്ട് ഫോമില് സൈൻ എന്ന് SIN, സൈൻ തന്നെ വായിക്കും. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്, അതായത് ഓപ്പോസിറ്റ് സൈഡിന്റെ നീളത്തെ ഹൈപ്പോട്യൂസിന്റെ നീളം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോൺസ്റ്റന്റ് ആണ് സൈൻ. അത് എപ്പോഴും ഒരു പർട്ടിക്കുലർ ആംഗിളിന് അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ വാല്യൂവിന് ആ ആംഗിളിന്റെ സൈൻ വാല്യൂ എന്ന് പറയാം. അപ്പൊ ഇവിടെ സൈൻ 40 എന്ന് പറയുന്നത് 0.6428 ആണ്. എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി ആംഗിൾ വരുമ്പോൾ ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്യൂസ് ഡിവൈഡ് ചെയ്ത് എപ്പോഴും കിട്ടുന്നത് 0.6428 ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്യൂസ് ഈസ് കോൾഡ് സൈൻ. ഇവിടെ സൈൻ 40 എന്ന് പറഞ്ഞാൽ 0.6428 ആണ്. ഇതുപോലെ അഡ്ജസന്റ് സൈഡിനെ ഹൈപ്പോട്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയെ പറ്റി ചിന്തിച്ചു നോക്കാം. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്, അവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ ഹൈപ്പോട്യൂസ് 1 യൂണിറ്റ് ആണ്. 40 ഡിഗ്രി ആംഗിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. adjacent side
0.766 എന്ന് കാണാൻ കഴിയും. അപ്പൊ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് 0.76 ബൈ 1 ആയി 0.76 തന്നെ കിട്ടും. ഇനി ഇത് 2 യൂണിറ്റ് ആകുമ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് 2 ആക്കി. ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഹൈപ്പോട്ട്ന്യൂസ് 2 ആകുമ്പോൾ അഡ്ജസൻസ് ആയിട്ട് മാറ്റം വന്നു. ആംഗിൾ മാറിയിട്ടില്ല, 40 ഡിഗ്രി തന്നെയാണ്. 1.5321. ഇപ്പൊ 1.5321/2 അത് നമുക്ക് കിട്ടും എത്ര തന്നെ? 0.766 എന്ന് തന്നെ കിട്ടും. ഇനി വീണ്ടും 3 യൂണിറ്റ് ആക്കാം. ഇത് 3 യൂണിറ്റ് ആക്കി കഴിയുമ്പോൾ കണ്ടോ, 3 യൂണിറ്റ് ആക്കി കഴിയുമ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് 3, അഡ്ജസന്റ് സൈഡ് 2.2981. അപ്പൊ അവിടെ റേഷ്യോ എടുക്കുക. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്താ നോക്കിക്കേ, 2.981/3 അത് 0.766 തന്നെ. അതുപോലെ 4 ആക്കുമ്പോൾ നോക്കിയേ, 4 യൂണിറ്റ് വരുമ്പോഴും അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എത്ര തന്നെയാണ്? 3.0642 ഡിവൈഡ് ബൈ 4 അതും 0.76. അതായത് ഈ ട്രയാങ്കിൾ എത്ര വലുതാക്കിയാലും അഡ്ജസന്റ് സൈഡിനെ ഹൈപ്പോട്ട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റേഷ്യോ അതും ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോ അഡ്ജസന്റ് സൈഡിനെ ഹൈപ്പോട്ട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ആ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് കൊസൈൻ. അപ്പോ ഈ റേഷ്യോ, അതായത് റേഷ്യോ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദി കൊസൈൻ ഓഫ് ദാറ്റ് ആംഗിൾ. ആ കൊസൈനെ നമ്മൾ ഷോർട്ട് ഫോമിൽ കോസ് എന്ന് വിളിക്കുള്ളൂ. അപ്പൊ കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡിനെ ഹൈപ്പോട്ട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ അഡ്ജസന്റ് സൈഡിനെ, ഒരു ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡിനെ ഹൈപ്പോട്ട്ന്യൂസും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് കോസ്. അപ്പൊ കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്, സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. ആംഗിൾ മാറുന്നില്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ഒരു കോൺസ്റ്റന്റ് ആണ്, അത് സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ എന്ന് പറയും. അതുപോലെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസും ഒരു കോൺസ്റ്റന്റ് ആണ്, അത് കോസ് ഓഫ് ദാറ്റ് ആംഗിൾ എന്ന് പറയും. അപ്പൊ ഇവിടെ കോസ് 40 എന്ന് പറയുന്നത് 0.766 ആണ്. സൈൻ 40യുടെ വാല്യൂ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു 0.6428 അല്ലെ. അപ്പോ ഈ ആംഗിൾ മാറുമ്പോൾ ഈ വാല്യൂ മാറും. അപ്പൊ ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈൻ വാല്യൂ, ഇതെല്ലാം കണ്ടുപിടിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് അവസാനത്തെ പേജില് ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്, കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അപ്പൊ ഇനി നമുക്ക് കാര്യം ചെയ്യാം. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് സൈൻ 45, കോസ് 45, സൈൻ 60, കോസ് 60, സൈൻ 30 ആൻഡ് കോസ് 30. ഇത്രയും വാല്യൂസ് ഒന്ന് കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ ആംഗിൾ 45 ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്തിനെ ഹൈപ്പോട്ട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോൺസ്റ്റന്റ് എത്ര? അതുപോലെ അഡ്ജസന്റ് സൈഡിന്റെ ഹൈപ്പോട്ട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോൺസ്റ്റന്റ് എത്ര? നോക്കാം. അപ്പൊ അതെ, ഒരു 45 ഡിഗ്രി ആംഗിൾ ഉള്ള റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം 45 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ സൈഡ്സ് തമ്മിലുള്ള ബന്ധം അറിയാം. ഷോർട്ടർ സൈഡ്സ് എക്സ് എന്ന് എടുത്താൽ ഹൈപ്പോട്ട്ന്യൂസ് √2x അല്ലെങ്കിൽ x√2, അത് നമുക്കറിയാവുന്ന. അതായത് 45 ഡിഗ്രി ഉള്ള റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും എക്സ് ആണെങ്കിൽ ഹൈപ്പോട്ട്ന്യൂസ് √2x ആയിരിക്കും, അല്ലെങ്കിൽ x√2 ആയിരിക്കും. അപ്പൊ 3 സൈഡും കിട്ടി. ഇനി സൈൻ എഴുതാലോ. സൈൻ 45 എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. അപ്പൊ x/√2x. അപ്പോ സൈൻ 45 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്, അതായത് x/x√2, x ക്യാൻസൽ ആവും. അപ്പൊ 1/√2. അപ്പൊ സൈൻ 45യുടെ വാല്യൂ എത്രയാണ്? 1/√2 ആണ്. കോസ് 45 എടുക്കാനേ, കോസ് 45 എന്ന് പറഞ്ഞാൽ അതിന്റെ അഡ്ജസന്റ് സൈഡിനെ ഹൈപ്പോട്ട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അഡ്ജസന്റ് സൈഡ് x ആണ്, ഹൈപ്പോട്ട്ന്യൂസ് x√2 ആണ്. അപ്പൊ x/x√2, x ക്യാൻസൽ ആവും. അതും എത്ര തന്നെ കിട്ടും? 1/√2. സൈൻ 45ഉം കോസ് 45 എത്ര തന്നെയാണ്? 1/√2 ആണ്. ക്ലിയർ ആയോ? ഇനി അതുപോലെ നമുക്ക് സൈൻ 60യും കോസ് 60യും സൈൻ 30യും കോസ് 30. അപ്പൊ ഏത് ട്രയാങ്കിൾ എടുക്കേണ്ടി വരും? നമ്മൾ പഠിച്ചിട്ടുണ്ട് 30, 60, 90 ആംഗിൾസ് ഉള്ള റൈറ്റ് ട്രയാങ്കിൾ. 30യുടെ ഓപ്പോസിറ്റ് x ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് √3x, 90യുടെ ഓപ്പോസിറ്റ് 2x. അപ്പോ 30, 60, 90 ആംഗിൾസ് ഉള്ള റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിൽ 30യുടെ ഓപ്പോസിറ്റ് x എടുത്തു, 60യുടെ ഓപ്പോസിറ്റ് x√3, 90യുടെ ഓപ്പോസിറ്റ് 2x. ഇനി എഴുതാലോ. സൈൻ 30. സൈൻ 30 എന്ന് പറയുന്നത് സൈൻ 30 എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ട്ന്യൂസ് കൊണ്ട് ഡിവൈഡ്, അതായത് x/2x. അപ്പൊ x/2x എന്ന് പറഞ്ഞാൽ എത്രയാണ്? x ക്യാൻസൽ ആവും, 1/2. അതായത് ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് x എത്രയായാലും ഈ റേഷ്യോ 1/2 ആയിരിക്കും. അതുപോലെ ഇനി ഏതാ വേണ്ടത്?
കോസ് 30 എന്ന് പറഞ്ഞാൽ 30യുടെ അഡ്ജസന്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 30യുടെ അഡ്ജസന്റ് സൈഡ് എന്താണ്? x√3 ഹൈപ്പോട്ടന്യൂസ് 2x. അപ്പൊ അവിടെ എക്സൈസിങ് ആൻസർ ആയി. അപ്പൊ √3/2. അപ്പൊ കോസ് 30 √3/2. ഇനി എന്താ വേണ്ടേ? സൈൻ 60 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആംഗിളിന്റെ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. അപ്പൊ 60യുടെ ഓപ്പോസിറ്റ് ആയ x√3 ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ x√3/2 എക്സൈസിങ് ആൻസർ ആയി √3/2. അതുപോലെ cos 60 വരുമ്പോഴോ 60യുടെ അഡ്ജസന്റ് സൈഡ്, 60യോട് അടുത്ത് കിടക്കുന്ന സൈഡ് x/2x ആണ്. എത്ര കിട്ടി? 1/2 എന്ന് കിട്ടി. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് ടേബിൾ ആയിട്ട് നമുക്ക് അവതരിപ്പിച്ച് നോക്കാം. 30, 45, 60 സൈൻ കോസ്. സൈൻ 30 എത്രയാണ്? 1/2. സൈൻ 45 1/√2. സൈൻ 60 √3/2. അതുപോലെ cos 30 √3/2. cos 45 1/√2. cos 60 1/2. അത് നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ്. ഇതൊരു എളുപ്പമുണ്ട്. നോക്കിയേ, ഇവിടെ 1/2 ആണ്, ഇവിടെ 1/2 കണ്ടോ. സൈൻ 30 തന്നെയാണ് cos 60. അതുപോലെ cos 30 √3/2. സൈൻ 60 √3/2. അതായത് cos 30 തന്നെയാണ് സൈൻ 60. കൂടാതെ സൈൻ 45 cos 45 1/√2 സെയിം ആണ്. അപ്പൊ ഈ വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കണം. കാരണം ഇതിന്റെ വാല്യൂ നമുക്ക് പരീക്ഷയ്ക്ക് തരികയില്ല. അപ്പൊ ഈ വാല്യൂസ് ഓർത്തിരിക്കണം. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. സൈൻ 30 തന്നെയാണ് cos 60, cos 30 തന്നെയാണ് സൈൻ 60. അതായത് രണ്ട് ആംഗിളിന്റെയും കൂടി സം 90 ആകുമ്പോൾ ഒന്നിന്റെ സൈൻ മറ്റേതിന്റെ കോസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് ഓർത്തിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത് ഈ ടേബിൾ ഇതിന്റെ പുറകിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പേജിൽ ഈ ഓരോ ആംഗിളിന്റെയും ഈ സൈനും കോസും വാല്യൂസ് പട്ടികയായിട്ട് ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ടേബിൾ നോക്കി കഴിഞ്ഞാൽ 3-4 കോളമായിട്ടാണ്. ഒന്നാമത്തെ കോളത്തിൽ ആംഗിൾസ്, രണ്ടാമത്തെ കോളത്തിൽ സൈൻ വാല്യൂ, മൂന്നാമത്തെ കോളത്തിൽ കോസ് വാല്യൂ, അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 0 മുതൽ 90 വരെയുള്ള ആംഗിൾസിന്റെ സൈൻ വാല്യൂ അതിൽ കൊടുത്തിട്ടുണ്ട്, കോസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, അതിൽ ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൈൻ 10 0.1736 എന്നാണ് കൊടുത്തിരിക്കുന്നത്. കോസ് 80യും 0.1736 ആണ്. സൈൻ 15 0.2588 ആണ്. കോസ് 75 0.2588 ആണ്. സൈൻ 25 0.4226 ആണ്. കോസ് 65 0.4226 ആണ്. അങ്ങനെ ആ ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, സൈനും കോസ് ഈക്വൽ ആകുന്ന ചില ആംഗിൾസ് കാണാൻ പറ്റും. എന്തായിരിക്കും പ്രത്യേകത? ഇവിടെ കണ്ടോ 10ഉം 80ഉം കൂട്ടിയാൽ 90 ആണ്. ഇവിടെ 15ഉം 75ഉം കൂട്ടിയാൽ 90 ആണ്. 25 65 ആഡ് ചെയ്താൽ 90 ആണ്. 50യും 40 ആഡ് ചെയ്താൽ 90 ആണ്. 17 20 ആഡ് ചെയ്താൽ 90 ആണ്. 80യും 10ഉം ആഡ് ചെയ്താൽ 90. അതായത് രണ്ട് ആംഗിൾസിന്റെയും കൂടി സം 90 ആണെങ്കിൽ ഒരു ആംഗിളിന്റെ സൈൻ വാല്യൂ മറ്റേ ആംഗിളിന്റെ കോസ് വാല്യൂന് ഈക്വൽ ആയിരിക്കും. അതാണ് ഒരു പ്രത്യേകത ഇവിടെ കിട്ടുന്നത്. അതായത് a plus b equal to 90, then sin a will be equal to cos b and sin b will be equal to cos a. രണ്ട് ആംഗിൾസിന്റെ സം 90 ആണെങ്കിൽ ഒരു ആംഗിളിന്റെ സൈൻ എടുത്താൽ മറ്റേ ആംഗിളിന്റെ കോസിന് ഈക്വൽ ആയിരിക്കും. ആദ്യ ആംഗിളിന്റെ കോസ് എടുത്താൽ രണ്ടാമത്തെ ആംഗിളിന്റെ സൈൻ ഈക്വൽ ആയിരിക്കും. രണ്ട് ആംഗിളിന്റെ സം 90 ആണെങ്കിൽ. കാരണം ഇവിടെ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസാ, കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ആംഗിൾ മാറുന്നതനുസരിച്ച് ഓപ്പോസിറ്റ് അഡ്ജസന്റ് മാറും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അഡ്ജസന്റാ. അപ്പോ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോ ഇതിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോസ് ആയിട്ട് വരും. അതാണ് രണ്ട് ആംഗിൾസിന്റെയും സം 90 ആണെങ്കിൽ ഒന്നിന്റെ സൈൻ വാല്യൂ മറ്റേതിന്റെ കോസ് വാല്യൂന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയ പറഞ്ഞത്? ഇനി ആ ടേബിൾ പരിശോധിച്ചാൽ മറ്റൊരു പ്രത്യേകം നിങ്ങൾക്ക് കാണാൻ കഴിയും. സൈനിന്റെ വില ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിലുള്ള ടേബിൾ പരിശോധിച്ചാൽ മതി. 0യിൽ നിന്ന് 1ലേക്ക് ഇൻക്രീസ് ചെയ്യും. അതായത് ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സൈൻ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കോസ് വാല്യൂ ഡിക്രീസ് ചെയ്യും. കേട്ടോ, 80 75 ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആംഗിൾ ഇവിടുന്ന് ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ കോസ് വാല്യൂ ഇവിടുന്ന് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ സൈൻ വാല്യൂ 0യിൽ നിന്ന് 1ലേക്ക് ഇൻക്രീസ് ചെയ്യും, കോസ് വാല്യൂ 1ൽ നിന്ന് 0യിലേക്ക് ഡിക്രീസ് ചെയ്യും. അങ്ങനെയുള്ള ചില പ്രത്യേകതയൊക്കെ ടേബിളിൽ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ എന്താണ് സൈൻ, എന്താണ് കോസ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ അതിന് 30 45 60 ആംഗിൾസിന്റെ ഒക്കെ സൈൻ വാല്യൂ കോസ് വാല്യൂ നമ്മൾ കണ്ടെത്തി. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.